കാലത്തിന്റേതായ പ്രതിസന്ധികൾ നേരിടുമ്പോഴും തങ്ങളുടെ കർമ്മരംഗത്ത് ഉറച്ചു നിൽക്കുകയും വിജയം കണ്ടെത്തുകയും ചെയ്യുന്ന കർഷകരുള്ള നാടാണ് കേരളം. കാർഷിക രംഗത്തെ പുതിയ മുന്നേറ്റങ്ങളിലേക്ക് യഥാസമയം കടന്നു ചെല്ലുന്ന കർഷകരിൽ ഭൂരിഭാഗവും പ്രവാസികളാണ്. ഇവർക്ക് ക്രിയാത്മകമായ പിന്തുണ നൽകാൻ കൃഷിവകുപ്പുകൾ തയ്യാറാകുന്നതും ആദ്യഘട്ടങ്ങളിലെ നഷ്ടങ്ങളെ ചെറുത്തു നിൽക്കാൻ കഴിയുന്നതും കൃഷി വിജയത്തിന് വഴിയൊരുക്കുന്നു. സ്വന്തം നാട്ടിൽ കൃഷി ചെയ്ത് നാടിന് പെരുമ നൽകുന്ന ഒരു മറുനാടൻ മലയാളിയുടെ വിജയം കാണാൻ എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തിയിൽ എത്തിയാൽ മതി. വിദേശ രാജ്യങ്ങളിൽ നടപ്പാക്കി വരുന്ന ജലകൃഷിയുടെ പുതിയ പതിപ്പാണ് അക്വാപോണിക്സ് കൃഷി. FACTയിലെ അമോണിയ പ്ലാന്റിൽ പ്രൊഡക്ഷൻ വിഭാഗം ജീവനക്കാരനായിരുന്ന തമ്പി മാത്യൂസ് കൃഷിയിലേക്ക് തിരിയുന്നത് യാദൃച്ഛികമല്ല. അധ്യാപകനും നല്ലൊരു കർഷകനുമായ പിതാവിന്റെ കൃഷിരീതികൾ കണ്ടുവളർന്ന തമ്പി മാത്യൂസിന് കൃഷികളോടായിരുന്നു എന്നും താൽപര്യം. എന്റെ ഫാദർ ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റിന് ശേഷം ഈ കൃഷിയിലേക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് എടുത്ത് അതിനകത്ത് നെൽകൃഷിയായിട്ടും പറമ്പിലെ തെങ്ങ്, കവുങ്ങ് അതുപോലുള്ള എല്ലാ കൃഷിയിലേക്കും വളരെയധികം താല്പര്യമെടുത്ത് അത് കൃഷി ചെയ്തുകൊണ്ടിരുന്നു. എന്റെ ചെറുപ്പകാലത്തിൽ ഇതെല്ലാം കണ്ടിട്ടാണ് ഞാൻ വളർന്നു വന്നത്. അപ്പോൾ കൃഷിയിലേക്ക് ഒരു ചെറിയ താല്പര്യം അന്നു മുതലേ ഉണ്ട്. പിന്നെ ഈ മീനിന്റെ കാര്യത്തിന് അതിനേക്കാൾ കൂടുതൽ എനിക്കൊരു പേഴ്സണൽ ഇൻട്രസ്റ്റ് ഉണ്ട്. പണ്ടുകാലം മുതൽ മീൻ വളർത്തുന്നതും അലങ്കാര മത്സ്യങ്ങൾ അതിന്റെ ഇത് അക്വേറിയത്തിൽ വളർത്തി അതിനെ കണ്ടുകൊണ്ടിരിക്കുന്നതും ഒരു ഹോബി പോലെ ആയിരുന്നു. അപ്പൊ ഇതും ഒരു മീനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൃഷി രീതി ആയതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഇൻട്രസ്റ്റ് അതിലേക്ക് തോന്നി. അങ്ങനെയാണ് ഇതിലേക്ക് കൂടുതൽ വരാനുള്ള കാരണം. പാരമ്പര്യമായ തെങ്ങും കമുകും അല്പം പച്ചക്കറികളും 1.5 ഏക്കറിൽ കൃഷി ചെയ്തിരുന്നു. അതോടൊപ്പം ഏതാനും ജാതി മരങ്ങളും. വീടിനോട് ചേർന്ന് ചെറിയൊരു പൂന്തോട്ടവും ഒരുക്കിയിരുന്ന ഇദ്ദേഹം FACTയിലെ ജോലി വിട്ട് 4 വർഷം സൗദി അറേബ്യയിൽ, തുടർന്ന് 10 വർഷം സിറിയയിൽ, അതിനുശേഷം നാട്ടിൽ കോൺട്രാക്ട് ജോലി. ഇതിനിടയിലാണ് ചെറുപ്പകാലത്തെ മീൻവളർത്തൽ രീതി തല ഉയർത്തിയത്. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥയായ റോസ്മേരിയുടെ പ്രോത്സാഹനവും പിന്തുണയും ലഭിച്ചപ്പോഴാണ് അക്വാപോണിക്സ് രീതി പരീക്ഷിക്കാൻ തയ്യാറായത്. ഇത് ഇങ്ങനെ നെറ്റിലൊക്കെ കണ്ടിട്ടുണ്ട് എങ്കിലും എന്റെ ഒരു ബന്ധു ആണ് ഇതിനെ കുറച്ച് കൂടുതലായിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരികയും പുള്ളി ഇതിനകത്ത് ഒരുപാട് ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഒരിക്കൽ പുള്ളി ദോഹയിൽ വർക്ക് ചെയ്യുന്നു. ഒരിക്കൽ അവധിക്ക് വന്നപ്പോൾ ഇതൊന്ന് ചെയ്തു നോക്കിയാൽ എന്താണെന്ന് എന്നോട് പറയുകയും, അപ്പൊ ഞാൻ ഇങ്ങനെ റിട്ടയർ ചെയ്തിരിക്കുന്ന ഒരവസ്ഥ ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇൻട്രസ്റ്റ് എടുത്ത് അത് ഞങ്ങൾ രണ്ടും കൂടെയാണ് ഇത് സെറ്റപ്പാക്കി ശരിയാക്കിയെടുത്തത്. വെള്ളത്തിൽ കൃഷിയിറക്കുന്ന രീതികളിലൊന്നായ അക്വാപോണിക്സ് സ്വന്തം കൃഷിയിടത്തിൽ നടപ്പാക്കുന്നത് 5 വർഷം മുമ്പാണ്. മണ്ണിലോ ചാക്കിലോ ചട്ടിയിലോ തടത്തിലോ ഒന്നുമല്ല, വെറും പച്ചവെള്ളത്തിൽ കൃഷി ചെയ്യുന്ന ഹൈഡ്രോപോണിക്സ് രീതിക്ക് ചെറിയ മാറ്റം വരുത്തിയാണ് തമ്പിയുടെ അക്വാപോണിക്സ് കൃഷിരീതി. സമചതുരാകൃതിയിലുള്ള മികച്ച പ്ലാസ്റ്റിക് ടാങ്കുകളിലാണ് പച്ചക്കറി കൃഷി. രാസവസ്തുക്കൾ കൊണ്ടുവരുന്ന ടാങ്ക് ശേഖരിച്ചാണ് അക്വാപോണിക്സിന് രൂപം നൽകിയത്. കൃഷിക്ക് ഉപയോഗിക്കുന്ന ടാങ്കിൽ 3/4 ഭാഗം വരെ 1.5 ഇഞ്ച് വലുപ്പമുള്ള മെറ്റൽ നിരത്തുന്നു. ഈ മെറ്റൽ നിരത്തുന്നതിന് മുമ്പായി വെള്ളം ഒഴുകിപ്പോകുന്നതിനായി പ്രത്യേകം തയ്യാറാക്കിയ ബെൽ സൈഫൺ സ്ഥാപിക്കുന്നു. ഇത് ടാങ്കിൽ വെള്ളം കെട്ടി നിൽക്കാതെ ഒഴുകിപ്പോകുവാൻ സഹായിക്കുന്നു. ഈ അക്വാപോണിക്സ് സിസ്റ്റത്തില് ഏറ്റവും പ്രധാനമായ ഒരു സംഭവമാണ് ബെൽ സൈഫൺ എന്ന് പറയുന്നത്. നമ്മളുടെ ഗ്രോ ബെഡിൽ നിന്നും ഫ്ലഡ് ആൻഡ് ഡ്രെയിൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ സൈഫൺ സിസ്റ്റം. അതിൽ ഈ കാണുന്ന സാധനം പറയുന്നത് സ്റ്റാൻഡ് പൈപ്പ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇതൊരു 3/4 ഇഞ്ച് പൈപ്പാണ്. ഇതൊരു MTI ആണ്. ഇതൊരു ടാങ്ക് കണക്ടറിൽ കൂടെ നമ്മളുടെ ഗ്രോ ബെഡ് ടാങ്കിൽ നിന്ന്
സമ്പ് ടാങ്കിലേക്ക് അല്ലെങ്കിൽ ഫിഷ് ടാങ്കിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇത് ഒരു റെഡ്യൂസർ തിരിച്ച് ഫിറ്റ് ചെയ്തിരിക്കുന്നു. 3/4 1. അപ്പോൾ ഈ നിറഞ്ഞു വരുന്ന വെള്ളം ഈ ലെവൽ എത്തിക്കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇപ്പോൾ ഫിഷ് ടാങ്കിലേക്കോ സമ്പ് ടാങ്കിലേക്കോ ഒഴുകാൻ തുടങ്ങും. അങ്ങനെ ഒഴുകി ഈ റെഡ്യൂസ് ഉള്ളതുകൊണ്ട് അതിന്റെ ഫ്ലോ പെട്ടെന്ന് കൂടുകയും ഒരു സൈഫൺ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇത് ഒരു സ്റ്റാൻഡ് പൈപ്പാണ്. ഇതിനെ കവർ ചെയ്തുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു സാധനം ഇടുന്നത് കൊണ്ടാണ് ഇത് സൈഫൺ ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എയർ കോളം ഉണ്ടാവും. ഈ മുള്ള വരുന്ന വെള്ളം അതിൽ കൂടെ താഴത്തേക്ക് ഒഴുകും. ഇതിന്റെ ഫോഴ്സിൽ ഒരു വാക്യൂം ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ വെള്ളം പെട്ടെന്ന് ഡ്രെയിനായിട്ട് ഒരു ഈ ലെവലിൽ എത്തിക്കഴിയുമ്പോൾ ഇവിടെ കാണുന്ന ഈ ഹോളുകളിൽ കൂടെ അത് എയർ വലിച്ചിട്ട് ഈ സൈഫൺ ബ്രേക്കായി ഈ സൈഫൺ വെള്ളത്തിന്റെ ഫ്ലോ കട്ടാവും, ടോട്ടലായിട്ട് കട്ടാവും. അത് കഴിഞ്ഞാൽ വീണ്ടും ഈ പ്രക്രിയ തുടർന്നുകൊണ്ടിരിക്കും. വീണ്ടും നമ്മളുടെ പമ്പ് സ്റ്റോപ്പ് ആവുന്നില്ല, വെള്ളം പമ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ ഗ്രോബഡിലെ വെള്ളം വീണ്ടും നിറഞ്ഞു വരുന്നു. ഈ സൈക്കിള് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യും. ഇതിനു വേണ്ടി വീണ്ടും ഒരു സാധനം ഉപയോഗിക്കുന്നത്, നമ്മുടെ ഗ്രോബഡില് നമ്മൾ നിറയെ മെറ്റൽ ഇട്ടിരിക്കുകയാണ്. ആ മെറ്റലിന്റെ ഉള്ളിലാണ് ഈ സാധനം ഇരിക്കുന്നത്. അപ്പൊ ഇതിന് തടസ്സം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് മെറ്റൽ ഇതിലേക്ക് വരാതിരിക്കാനായിട്ടാണ് ഈ ഒരു പ്രൊട്ടക്ഷൻ പൈപ്പ്. ഇത് കംപ്ലീറ്റ് പെർഫറേറ്റഡ് ആണ്. ഇത്രയും സാധനം ഒന്നിച്ചു കൂടുമ്പോഴാണ് നമ്മൾ ഈ അക്വാപോണിക്സിൽ ഗ്രോബഡിൽ ഉപയോഗിക്കുന്ന ഒരു ബെൽ സൈഫൺ കംപ്ലീറ്റ് ആവുകയുള്ളൂ. സാധാരണ കാണുന്ന അക്വാപോണിക്സ് രീതിയിൽ നിന്നും വ്യത്യസ്തമാണ് തമ്പി മാത്യൂസിന്റെ രീതികൾ. 3 ടാങ്കുകൾ അടങ്ങുന്നതാണ് ഒരു യൂണിറ്റ്. ഇന്ന് ഒന്ന് ഫിഷ് ടാങ്കാണ്, രണ്ടാമത്തേത് കൃഷിക്കുള്ള ടാങ്ക്, മൂന്നാമത്തേത് സബ് ടാങ്ക്. ആവശ്യാനുസരണം ടാങ്കുകളുടെ എണ്ണം കൂട്ടാം. മീൻ വളർത്തലിനും കൃഷിക്കുമുള്ള ടാങ്കുകൾ വർദ്ധിപ്പിക്കുമ്പോൾ സബ് ടാങ്ക് 1 മാത്രം മതി. ഫിഷ് ടാങ്കിന്റെ വലിപ്പമനുസരിച്ച് മീനുകളെ വളർത്താം. 1.2 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 1.2 മീറ്റർ ഉയരവുമുള്ള 2 ടാങ്കുകളിലാണ് 120 തിലോപ്പിയും 50 നട്ടർ മത്സ്യവും വളരുന്നത്. 200 ഗ്രാം തൂക്കം ആകുന്നതിനനുസരിച്ച് തിലോപ്പിയയെ പിടിച്ചെടുക്കും. കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് നന്നായി പരിചരിച്ചാൽ 4 മാസം കൊണ്ട് 200 ഗ്രാമിന് മുകളിൽ തൂക്കമുണ്ടാകും. ഫിഷ് ടാങ്കില് നമുക്ക് ഫിഷിന്റെ എക്സ്ക്രീഷൻ വരുന്നു. അത് എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്തില്ലെങ്കിൽ നമ്മളുടെ മീനിന് തന്നെ അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന അമോണിയ മീനിന് തന്നെ ഡെഡ്ലി പോയിസണസ് ആയിട്ട് മാറും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ എക്സ്ക്രീഷൻ പെട്ടെന്ന് തന്നെ അത് എന്തെങ്കിലുമായിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യുകയോ അതല്ലെങ്കിൽ റിമൂവ് ചെയ്യുകയോ ചെയ്തില്ലെങ്കിൽ ഫിഷ് എല്ലാം ചത്തുപോകും. അപ്പൊ അതിന് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ അക്വാപോണിക്സിൽ ഒരുക്കിയിരിക്കുന്നത്. നമ്മളുടെ ഗ്രോബഡില് നിറയെ മെറ്റലാണ് ഇട്ടിരിക്കുന്നത്. ആ മെറ്റലിൽ കൂടെ ഈ എക്സ്ക്രീഷൻ പാസ് ചെയ്യുമ്പോൾ ആ ഉണ്ടാവുന്ന അമോണിയ നൈട്രോബാക്ടർ എന്നും നൈട്രോസോമാണസ് എന്നും പേരുള്ള 2 നാച്ചുറലി ഒക്കറിങ് ബാക്ടീരിയകൾ അതിനെ വിഘടിപ്പിച്ച് അമോണിയനെ വിഘടിപ്പിച്ച് ആദ്യം നൈട്രൈറ്റും അത് കഴിഞ്ഞ് നൈട്രേറ്റുമാക്കി മാറ്റി കഴിയുമ്പോൾ നമ്മൾ ഗ്ലോബഡിൽ നട്ടിരിക്കുന്ന ഈ ചെടികൾക്ക് നൈട്രേറ്റ് വലിച്ചെടുക്കാനുള്ള പരുവത്തിൽ അത് കൺവേർട്ട് ചെയ്ത് നൈട്രേറ്റ് ആക്കി കൊടുത്തിട്ടുണ്ടാവും. ആ സൈക്കിൾ അങ്ങനെ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളുടെ മീൻ വളർത്തുന്ന ടാങ്കില് വെള്ളം അമോണിയ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും.
വീട്ടിലേക്കും മക്കളുടെ വീട്ടിലേക്കും സുഹൃത്തുക്കൾക്കും പച്ചക്കറികൾ നൽകാൻ വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷി കൊണ്ട് സാധിക്കുന്നു. ചോറ്റാനിക്കര സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പലായി വിരമിച്ച റേച്ചലിന്റെ മേൽനോട്ടത്തിലാണ് പച്ചക്കറി കൃഷി. ടെറസിൽ കാർ ടയറുകൾ നിരത്തി അതിൽ ഇളക്കമുള്ള മണ്ണ് നിറച്ച് വള്ളിപ്പയർ കൃഷി ചെയ്തിരിക്കുന്നു. സ്വന്തം ആവശ്യം കഴിഞ്ഞ് ബാക്കി വരും. ഇത് വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും നൽകുന്നു. ഗ്രോ ബാഗിലും പച്ചക്കറി കൃഷിയുണ്ട്. വെണ്ടയും പച്ചമുളകും വഴുതനയുമെല്ലാം ആരോഗ്യത്തോടെയാണ് വളരുന്നത്. അക്വാപോണിക്സ് കൃഷിരീതിയിൽ പച്ചക്കറിക്ക് തന്നെയാണ് പ്രധാന സ്ഥാനം. നടാൻ ഉപയോഗിക്കുന്ന ടാങ്കുകളിൽ നന്നായി കഴുകിയെടുത്ത മെറ്റലുകളാണ് നിറയ്ക്കുന്നത്. പിന്നീട് വേര് പിടിപ്പിച്ചെടുത്ത പച്ചക്കറികൾ നടുന്നു. കിഴങ്ങുവിളകൾ ഇത്തരം ടാങ്കുകളിൽ കൃഷി ചെയ്യാൻ സാധിക്കില്ല. മെറ്റലുകൾക്ക് പകരം ചുടുകട്ടയുടെ കഷ്ണങ്ങളും ഉപയോഗിക്കാം. മണ്ണ് ഒരു തരി പോലും ഉപയോഗിക്കരുത്. ഫിഷ് ടാങ്കിൽ നിന്നുള്ള വെള്ളമാണ് കൃഷിക്ക് എപ്പോഴും ലഭിക്കുന്നത്. അതുകൊണ്ട് മെറ്റൽ ചീളുകൾ എപ്പോഴും നനഞ്ഞു കുതിർന്നിരിക്കും. ഈ ജലാംശം വലിച്ചെടുത്താണ് ചെടികൾ വളരുന്നത്. മെറ്റൽ ഇട്ടിരിക്കുന്നതിന്റെ ടോപ്പ് ലെവലിൽ നിന്ന് ഒരു 2 ഇഞ്ച് താഴെ വരെ ഈ വെള്ളം പൊങ്ങി വരും. അത് കഴിഞ്ഞിട്ട് ഈ ബൾബ് സൈഫണിന്റെ സ്റ്റാൻഡ് പൈപ്പിന്റെ ഹൈറ്റ് ആണ് അത് ഡിറ്റർമിൻ ചെയ്യുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സൈഫണായിട്ട് തിരിച്ച് സമ്പ് ടാങ്കിലേക്കോ അല്ലെങ്കിൽ ഫിഷ് ടാങ്കിലേക്കോ പോകും. അങ്ങനെ പോകുമ്പോഴും കംപ്ലീറ്റ് ആയിട്ട് ഇത് എംപ്റ്റി ആവുന്നില്ല. ഞാൻ നേരത്തെ ബെൽ സൈഫണിന്റെ ബെൽ കാണിച്ചപ്പോൾ അതിന്റെ അടിയിലൊരു സ്ലോട്ട് എയർ വലിക്കാനുള്ളത് കാണിച്ചു. അവിടെ എത്തുമ്പോൾ അത് എയർ വലിച്ചിട്ട് അത് ബ്രേക്ക് ആവും. അപ്പോൾ ഏറ്റവും അടിയിൽ ഈ ബെഡിന്റെ ഏറ്റവും അടിയിൽ ഒരു 2 ഇഞ്ച് വെള്ളം എപ്പോഴും കിടക്കും. അതിൽ കൂടുതൽ ഡ്രെയിൻ ചെയ്യാൻ ആയിട്ട് ഇതിന് സാധിക്കില്ല. സാധാരണ കാണുന്ന അക്വാപോണിക്സ് രീതിയിൽ ഫിഷ് ടാങ്കിലെ വെള്ളം കൃഷിയുടെ ടാങ്കിലെത്തുന്നു. അതിൽ നിന്ന് വീണ്ടും ഫിഷ് ടാങ്കിലെത്തുന്നു. ഈ രീതിയിലുള്ള അക്വാപോണിക് രീതിയും തമ്പി മാത്യൂസിന്റെ കൃഷിയിടത്തിലുണ്ട്. ഇതിന് ചെറിയ മാറ്റം വരുത്തിയാണ് മറ്റൊരു അക്വാപോണിക്സ് യൂണിറ്റ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിൽ കൃഷി ടാങ്കിൽ നിന്നുള്ള വെള്ളം ശേഖരിക്കാൻ മറ്റൊരു ടാങ്കുണ്ട്. സബ് ടാങ്ക് എന്ന് പേര് നൽകിയിട്ടുള്ള ഈ ടാങ്കിൽ നിന്നും 85 വാട്ട്സിന്റെ മോട്ടോർ ഉപയോഗിച്ച് ഫിഷ് ടാങ്കിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നു. പമ്പിങ്ങിന് ഓട്ടോമാറ്റിക് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സമ്പ് ടാങ്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലാണ് നമ്മൾ ഈ പമ്പ് ഒരു സബ്മേഴ്സിബിൾ പമ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 85 വാട്ട്സിന്റെ ഒരു 4000 ലിറ്റർ പെർ അവർ കപ്പാസിറ്റി ഉണ്ട്. ഒരു 4 മീറ്റർ വരെ ഹെഡും കിട്ടുന്ന ഒരു പമ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ആണ് പമ്പ് ചെയ്യുന്നത്. ഈ സമ്പ് ടാങ്കിൽ നിന്ന് നേരെ ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഞാൻ ആദ്യം എനിക്ക് 1000 ലിറ്ററിന്റെ ഒരു ഫിഷ് ടാങ്കാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതിലേക്ക് ഒരു ടാങ്ക് കൂടെ ആഡ് ചെയ്തു. അപ്പൊ ഞാൻ ഈ പമ്പ് ഡിസ്ചാർജ് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അതൊരു ഷവർ രൂപത്തിൽ ഫിഷ് ടാങ്കിന്റെ ഉള്ളിൽ വീഴുന്നു. അപ്പോൾ കുറച്ച് ഡിസോൾവ്ഡ് ഓക്സിജൻ വെള്ളത്തിൽ കൂടി കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പ്രത്യേകം തയ്യാറാക്കുന്ന ഭക്ഷണമാണ് മീനുകൾക്ക് നൽകുന്നത്. ഗോതമ്പ് തവിടും ചെമ്മീൻ പൊടിയും നിലക്കടല പിണ്ണാക്കും ചേർത്തുണ്ടാക്കുന്ന ഭക്ഷണമായിരുന്നു ആദ്യകാലങ്ങളിൽ. ഇപ്പോൾ ജൈവത്തീറ്റകൾ ശേഖരിച്ച് നൽകുന്നു. ചെടികൾക്ക് രാസവളങ്ങളോ കീടനാശിനികളോ ഉപയോഗിക്കാറില്ല. മീനുകൾ ചത്തുപോകും എന്നതാണ് പ്രധാന കാരണം. അല്പം വിഷാംശം ചെന്നാൽ മീൻ നശിക്കും. മീൻ ടാങ്കിലെ വെള്ളം മാത്രം മതി ചെടികൾ നന്നാവാൻ. രോഗകീടബാധകൾ വളരെ കുറവുമാണ്. അക്വാപോണിക് സിസ്റ്റത്തില് നമ്മൾ മണ്ണിൽ കൃഷി ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും കൂടുതലുള്ള അഡ്വാൻറ്റേജ് മണ്ണിൽ കൂടെ ഈ ചെടികൾക്ക് ബാധിക്കുന്ന വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ ഇതുമാതിരിയുള്ള രോഗാവസ്ഥകളിലേക്ക് ഈ ചെടി ഒരിക്കലും പോകില്ല. കാരണം നമ്മളുടെ മെറ്റലിലുള്ളത് നമ്മളുടെ ബെനിഫിഷ്യൽ ബാക്ടീരിയ മാത്രമേ ഉള്ളൂ. അപകടകരമായ ബാക്ടീരിയകളോ വൈറസുകളോ ഈ സിസ്റ്റത്തിൽ ഉണ്ടാവുകയില്ല.
അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ചെടിയെ സംബന്ധിച്ച് അക്വാപോണിക്സ് സിസ്റ്റത്തിൽ ഉള്ള അഡ്വാൻറ്റേജ്. അക്വാപോണിക്സ് കൃഷിരീതിയിൽ മീൻ ടാങ്കിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളത്തിൽ മീനിന്റെ വിസർജ്യങ്ങളും തീറ്റയുടെ അവശിഷ്ടങ്ങളും ഉണ്ടായിരിക്കും. ഇത് കൃഷി ടാങ്കിലൂടെ പുറത്തേക്ക് വരുമ്പോൾ ശുദ്ധജലമായി മാറുന്നു. ഈ ജലം മറ്റൊരു പൈപ്പിലൂടെ മോട്ടറിന്റെ സഹായത്തോടുകൂടി ഫിഷ് ടാങ്കിലെത്തിക്കുന്നു. ഈ ചക്രം അരമണിക്കൂറിൽ കൂടുതൽ നിന്നു പോയാൽ മീനുകൾക്കും ചെടികൾക്കും ദോഷം സംഭവിക്കും. കറണ്ട് പോയാലും മോട്ടോറുകൾ പ്രവർത്തിക്കാൻ പ്രത്യേക ഇൻവെർട്ടർ സംവിധാനവുമുണ്ട്. വ്യാവസായികമായ രീതിയിൽ കേരളത്തിൽ അക്വാപോണിക്സ് കൃഷിരീതിയില്ല. ചെറിയൊരു യൂണിറ്റ് ഒരുക്കാൻ 5000 രൂപ മുതൽ 10000 രൂപ വരെ ചിലവ് വരും. അതിനനുസരിച്ച് ലാഭം ഇല്ലെന്നാണ് പലരുടെയും അഭിപ്രായം. എന്നാൽ നഷ്ടമില്ലാതെ 5 വർഷമായി ഈ കൃഷിരീതി തുടരുകയാണ് തമ്പി മാത്യൂസും ഭാര്യ റേച്ചലും. മറ്റ് ബിസിനസ്സിനെ കാണുന്നത് പോലെ ഇതിനെ കണ്ടാൽ ശരിയാവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റിനുള്ള റിട്ടേൺ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ കാലം ഇതിന്റെ പിന്നാലെ നടന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പിന്നെ ഇത് ഒരു പ്രോട്ടോടൈപ്പ് പൈലറ്റ് പ്ലാന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ നിന്ന് നമുക്ക് ഒരു വലിയ ആദായമല്ല പ്രതീക്ഷിച്ചത്. നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ്, അതല്ലെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് പച്ചക്കറിയും കുറച്ച് മീനും കിട്ടുന്നതിന്റെ ഒരു മാനസിക സംതൃപ്തി, അതാണ് മെയിനായിട്ട് എയിം ചെയ്തത്. മണ്ണിലെന്നതുപോലെ മെറ്റൽ നിറച്ച ബക്കറ്റുകളിലും കൃഷി ചെയ്യാൻ കഴിയുമെന്ന് തെളിയിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ അക്വാപോണിക്സ് കൃഷിക്കാരനായി പള്ളത്തെട്ടൽ തമ്പി മാത്യൂസ് വളർന്നു കഴിഞ്ഞു. ഒന്നര വർഷം കൊണ്ട് രൂപം കൊടുത്ത കൃഷിരീതി നടപ്പാക്കാൻ 100 മീറ്റർ വിസ്താരമുള്ള ഒരു പോളി ഹൌസാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ 350 ബക്കറ്റുകളിൽ തക്കാളി, വഴുതന, പച്ചമുളക്, സലാഡ്, വെള്ളരി തുടങ്ങിയ പച്ചക്കറികൾ. ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന മകന്റെ കഴിവുകളും ദോഹയിൽ ജോലി ചെയ്യുന്ന സുഹൃത്ത് ബോബൻ മത്തായിയുടെ നിർദ്ദേശങ്ങളുമാണ് ഡിജിറ്റൽ കൺട്രോൾ സിസ്റ്റത്തിൽ അക്വാപോണിക്സ് കൃഷി ആരംഭിക്കാൻ സഹായിച്ചത്. ഇത് ഒരു ഫുള്ളി ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമബിൾ ഡിജിറ്റൽ കൺട്രോളുമായിട്ട് ഹുക്കപ്പ് ചെയ്ത ഒരു സിസ്റ്റമാണ്. ടോട്ടലി ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് വർക്ക് ചെയ്യും. ഇത് നമ്മൾ തുടങ്ങിയിട്ടിപ്പോ ഒക്ടോബർ 1-ാം തീയതിയാണ് ഈ ബക്കറ്റ്സിലെല്ലാം പ്ലാന്റ്സ് വെച്ചത്. ഒരു 18-നാണ് നമ്മൾ ഇതിനകത്ത് ഫിഷ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിൽ 2 ടാങ്ക് ഫിഷിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു. ഒന്ന് ബേബി ഫിഷ് ടാങ്ക്, ദാറ്റ് ഈസ് എ നഴ്സറി ഓഫ് ഫിഷസ്. അതിനെ കുറച്ച് വലുതാക്കിയിട്ട് ആണ് ഫിഷ് ടാങ്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് മാറ്റി കഴിയുമ്പോൾ വീണ്ടും ബേബി ഫിഷിനെ അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ഹാർവസ്റ്റിംഗ് ആൻഡ് ഗ്രോത്ത് കിട്ടിക്കൊണ്ടിരിക്കും. വിദേശ രാജ്യങ്ങളിലെ ആധുനിക കൃഷിരീതികളെക്കുറിച്ച് പഠിച്ച് വളരെ ശ്രദ്ധയോടുകൂടി തയ്യാറാക്കിയ അക്വാപോണിക്സ് കൃഷിരീതി 2.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 1.5 മാസം മുമ്പ് ഇത് നിർമ്മിച്ചത്. 3 വലിയ ടാങ്കുകളും ഒരു പമ്പിംഗ് യൂണിറ്റും ഡിജിറ്റൽ സംവിധാനങ്ങളുമുള്ള ആധുനിക കൃഷിരീതി. ആയിരം 2000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കുകളിൽ മത്സ്യങ്ങളെ വളർത്തുന്നു. ഇതിൽ നിന്നുള്ള വെള്ളം മറ്റൊരു ടാങ്കിലെത്തുന്നു. 2000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഈ ടാങ്കിലാണ് റിയാക്ടർ സംവിധാനം. ചെടികൾക്കും ദോഷകരമല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് റിയാക്ടർ ടാങ്കിലെ ജലം ചെടികളിലേക്ക് പമ്പ് ചെയ്യുന്നത്. 40 മിനിറ്റ് ഇടവിട്ടാണ് പമ്പിംഗ്. മെറ്റലുകൾ നിറച്ച ചെടികളുടെ ബക്കറ്റുകളിൽ 15 മിനിറ്റ് നേരം വെള്ളം നിൽക്കും. പിന്നീട് ഈ വെള്ളം മറ്റൊരു സ്റ്റോറേജിലെത്തി പമ്പിംഗ് സിസ്റ്റത്തിലൂടെ ഫിഷ് ടാങ്കിലെത്തുന്നു.
1000 ലിറ്റർ ടാങ്കിലാണ് ചെറുമത്സ്യങ്ങൾ. വലുതാകുന്നതിനനുസരിച്ച് വലിയ ടാങ്കിലേക്ക് മാറ്റും. ഇത് ഒരു ടോട്ടലായിട്ടുള്ള റീസർക്കുലേറ്റിംഗ് സിസ്റ്റമാണ്. അത് ബക്കറ്റ്സിലാണ് നമ്മൾ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഒരു മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് മറ്റ് ബേസിക് സിസ്റ്റം അക്വാപോണിക് സിസ്റ്റത്തിൽ നിന്നും ഇത് ബക്കറ്റ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ചെടികൾക്ക് വേണ്ട സൺലൈറ്റ് ആവശ്യത്തിന് കിട്ടത്തക്കോണം അത് സ്പ്രെഡ് ചെയ്ത് നമുക്ക് ഒരു ഏരിയയിൽ വെക്കാം. അതാണ് അതിലുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. മറ്റേതാവുമ്പോൾ ഒരു ലിമിറ്റഡ് സ്പേസിനുള്ളിൽ അതിനെ കൺഫൈൻ ചെയ്യുന്നത് കൊണ്ട് സൂര്യപ്രകാശം കിട്ടാതെ വരും. അപ്പോൾ അതിൽ ഒരു പന്തലിട്ട് എന്തെങ്കിലും ക്രീപ്പേഴ്സ് കയറ്റിക്കഴിഞ്ഞാൽ അതിന്റെ അടിയിലുള്ള സാധനങ്ങൾക്കൊന്നും സൺലൈറ്റ് കിട്ടാതെ വരും. ഇതിന് ആ പ്രോബ്ലം വരുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബക്കറ്റിൽ പ്ലാന്റ് ചെയ്ത് അത് സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വെള്ളത്തിന്റെ പിഎച്ചും അമോണിയയുടെ അളവും നൈട്രേറ്റിന്റെ അളവും കൃത്യമായി പരിശോധിച്ച് ആവശ്യമായ അളവിൽ നിലനിർത്തുന്നതുകൊണ്ട് ചെടികൾ നന്നായി വളരുകയും മത്സ്യങ്ങൾ പെട്ടെന്ന് വളർച്ച നേടുകയും ചെയ്യുന്നുണ്ട്. ഭാര്യ റേച്ചലിന്റെയും 2 മക്കളുടെയും സുഹൃത്തുക്കളുടെയും പ്രോത്സാഹനവും സഹകരണവുമാണ് ആധുനിക കൃഷി സമ്പ്രദായം ഒരുക്കാൻ കാരണം. 1 വർഷം പിന്നിട്ടാലേ ലാഭനഷ്ടങ്ങൾ തിരിച്ചറിയാൻ സാധിക്കും. സർക്കാർ സബ്സിഡി ഉണ്ടെങ്കിൽ നഷ്ടമില്ലാതെ പിടിച്ചു നിൽക്കുവാൻ കഴിയുമെന്നാണ് തമ്പി മാത്യൂസിന്റെ അഭിപ്രായം. കുടുംബാംഗങ്ങളുടെ സഹകരണം പരിപൂർണമായിട്ടുമുണ്ട്. ഇതിന്റെ ആദ്യകാലത്ത് ഞാൻ പരീക്ഷണാർത്ഥം ഈ മീനിന്റെ ടാങ്കിൽ കരിമീൻ കുഞ്ഞുങ്ങളെയാണ് കൊണ്ടുവന്നിട്ടത്. അത് ഒന്നിനൊന്ന് ചാവാൻ തുടങ്ങി. അപ്പോൾ അതിന്റെ ഫീഡിന്റെ കുഴപ്പമായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ കുമരകത്ത് നമ്മുടെ സർക്കാരിന്റെ കരിമീൻ ഗവേഷണ കേന്ദ്രത്തിൽ ഒരു ഡോക്ടർ സെബാസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹം എനിക്കൊരു റെസിപ്പി തരികയും ചെയ്തു. ആ റെസിപ്പി പ്രകാരം ഞാൻ തീറ്റ, അത് എന്റെ വൈഫാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അതിന് നമ്മളത് വെയിലത്ത് വെച്ചിട്ട് ഉണക്കി പൊടിക്കല്ല പീസസ് ആക്കി സേവനാഴിയിൽ വെച്ച് ഞെക്കി വെയിലത്ത് ഉണക്കി അത് കഷ്ണങ്ങളാക്കി മാറ്റി ആ ഫീഡ് കൊടുത്തു നോക്കി. പക്ഷെ എന്റെ ഇൻഎക്സ്പീരിയൻസ് കൊണ്ടായിരുന്നു ആ പ്രോബ്ലം വന്നിരുന്നത്. കാരണം ഇതിന്റെ ബെഡുകളൊന്നും മെച്യൂർ ആയിരുന്നില്ല. ഈ മെച്യൂർ ആവാത്ത ബെഡിൽ കൂടെ വെള്ളം പാസ് ചെയ്താലും ഈ അമോണിയ ഫുള്ളായിട്ട് റിമൂവ് ആവുന്നില്ലായിരുന്നു. അതാണ് മീൻ ചത്തുപോകാനും വളർച്ച കിട്ടാനും ഇട വരാതിരുന്നത്. അത് പിന്നീട് കറക്റ്റ് ചെയ്തു. ഇപ്പോൾ അത് ടെസ്റ്റുകളെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടെസ്റ്റുകൾ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. കൃഷികളെ സ്നേഹിച്ച് ആരോഗ്യപരമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശുദ്ധമായ പച്ചക്കറികളും മത്സ്യവും ലഭിക്കുന്ന ഈ അക്വാപോണിക്സ് രീതി പിന്തുടരാവുന്നതാണ്.